അതിനെക്കുറിച്ചാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഏബിന്റെ ഒരു പ്രത്യേകതകൾ എന്താന്ന് ആദ്യം നമ്മൾക്ക് മനസ്സിലാക്കണം. അതിനുശേഷമാണ് നമുക്ക് എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയാം. മിക്കവരും പരീക്ഷ എഴുതിയവരുണ്ടാകും, ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവരുണ്ടാവും, പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടാവും, പഠിച്ചു കഴിഞ്ഞിട്ട് നിൽക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പം പല തരത്തിലുള്ള ആൾക്കാരാണ് ഈ എക്സാം എഴുതാനുള്ളത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ മാക്സിമം ഞാൻ കാര്യം പറയാൻ ശ്രമിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, അപ്പൊ ഏബ് 21 കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതിന്റെ പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏബ് 20യുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് അറിയണം. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ എക്സാമിന് ഒരു പ്രിപ്പറേഷൻ വേണ്ടി വരുന്നത്? വെറുതെ പോയി എഴുതിയാൽ മതിയാവുമോ എന്നൊക്കെ ഉള്ളൊരു ഇത് വരില്ലേ നമുക്ക്. ഓക്കെ, എക്സാമിന്റെ തലേ ദിവസം ഒന്ന് നോക്കിയിട്ട് പോയി എഴുതിയാൽ പാസ്സാവാൻ പറ്റുന്ന ഒരു പരീക്ഷയാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനി അങ്ങോട്ടുള്ള സ്ലൈഡുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാം. ഇപ്പൊ ഏബ് 20യെ സംബന്ധിച്ചിടത്തോളം, അതായത് കഴിഞ്ഞ നവംബറിൽ പരീക്ഷ നടന്നത്, അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പിയേർഡ് എന്ന് പറയുന്നത് ഏകദേശം 2,51,000 ആ ഒരു റേഞ്ചിലുള്ള 2,51,000 ആ ഒരു റേഞ്ചിൽ വന്നു. അതിൽ തന്നെ പാസ് ആയിട്ടുള്ളത് 1,74,000 അടുത്തിട്ടുള്ളതും, ഫെയിൽഡ് ആയിട്ടുള്ള ആൾക്കാർ 77,000 അടുത്ത്. അതായത് ഏകദേശം 30% ആൾക്കാർ ഫെയിൽഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് എനിക്ക് തോന്നുന്നു ഒരു ഏബ് 17 മുമ്പ് വരെ ഏബ് ആർക്ക് വേണമെങ്കിലും എഴുതി പാസ്സാവുന്ന ഒരു പരീക്ഷ, 16 മുമ്പ് വരെയൊക്കെ ജസ്റ്റ് ഒരു ചെറിയൊരു പ്രിപ്പറേഷൻ നടത്തിയാൽ പോലും പാസ്സാവുന്ന ഒരു എക്സാം ആയിരുന്നു. പക്ഷെ അതിനുശേഷം വന്നിട്ടുള്ള ഒരു എക്സാം പാറ്റേണിൽ വന്നിട്ടുള്ള ചേഞ്ച് കാരണം കൊണ്ട് തന്നെ ഏബ് എക്സാം എന്ന് പറയുന്നത് ഒരു നമുക്ക് ഈസി ആയിട്ട് എടുത്ത് പോവാവുന്ന ഒരു എക്സാം അല്ലാതായി മാറിയിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഏബ് 18 ഒക്കെ ഒരു അവസ്ഥ വരുവാണെന്നുണ്ടെങ്കിൽ എഴുതിയ 60% കൂടുതൽ ആൾക്കാർ പരാജയപ്പെട്ട ഒരു പരീക്ഷയാണ്. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ ബെറ്റർ ആയി വരുന്നു. കുട്ടികൾ പ്രിപ്പറേഷൻ ഒക്കെ നടത്തിയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ എങ്കിലും ഒരു 30% കൂടുതൽ ആൾക്കാർ പാസ് ആകാത്തൊരു പരീക്ഷയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിനൊരു പ്രിപ്പറേഷൻ വേണ്ടതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞാൻ ആദ്യം ഇത് പറയുന്നത്. ഇനി നമുക്ക് ഈ എക്സാം എന്നത്തേക്കാണ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ജൂൺ 7th 2026 ആണ് ടെൻറ്റേറ്റീവ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. ദെൻ പാസിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 45% ആണ്. അതായത് നമുക്ക് 100 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 100 ക്വസ്റ്റ്യനിൽ 45 ശരിയാക്കിയാൽ മതി. ജനറൽ ആൻഡ് OBC കാറ്റഗറിക്ക്. SC/ST ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 40% മതിയാവും. അതായത് 100 ക്വസ്റ്റ്യനിൽ 45 ശരിയാക്കിയാൽ മതി. ഓക്കെ, 100 ക്വസ്റ്റ്യനിൽ 45 ശരിയാക്കാൻ ആണ് നമ്മുടെ ഈ 30% ആൾക്കാർക്ക് പറ്റാത്തത്. അത് അവരുടെ ഒരു പ്രശ്നമല്ല, അവർക്ക് അറിവില്ലായ്മ ഉള്ളത് കൊണ്ട് അല്ല, മറിച്ച് എന്താണ് ഒരു എക്സാം സ്ട്രാറ്റജി, അല്ലെങ്കിൽ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോണ സമയത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാതെ വരുന്നത് കൊണ്ടുണ്ടാവുന്ന പ്രശ്നമാണ്. പ്രത്യേകിച്ച് ടൈം മാനേജ്മെന്റ് പോലുള്ള 3 മണിക്കൂറിനടുത്ത് സമയം വരുന്ന ഒരു പരീക്ഷ. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ് ഭയങ്കര ഇത് വരും. പിന്നെ നമ്മുടെ സമയം കളയാനായിട്ട് നമ്മുടെ കയ്യിൽ ബെയറക്റ്റ് ഉണ്ടാവും. നമുക്ക് ഓപ്പൺ ബുക്ക് ആണ്, നോക്കി എഴുതാം. അപ്പൊ ഇരുന്നിങ്ങനെ പയ്യെ പയ്യെ ഇരുന്ന് തപ്പി 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 നമ്മൾ പഠിച്ചൊക്കെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, നമുക്ക് ടൈം ഇല്ലാതായി പോകും. അപ്പൊ അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നൊക്കെ ആണ് നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ സ്കെഡ്യൂൾ, ടെൻറ്റേറ്റീവ് സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് സിലബസിലേക്ക് പോകാം. 19 സബ്ജക്ട്സ് ആണ് ഡീൽ ചെയ്യേണ്ടത്. ആസ് സച്ച് ഇപ്പൊ നമ്മൾ 12 സബ്ജക്ട്സ് ഇതിനകത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഓക്കെ 12 ബെയറാക്ട് മതിയോ എന്നുള്ളത് നമുക്ക് തോന്നും. പക്ഷെ ഈ ഫാമിലി ലോ എന്ന് പറയുന്നതിൽ തന്നെ കുറച്ചധികം ലോസ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം. ലൈക്ക് ഹിന്ദു സക്സഷൻ ആക്ട്, ഫാമിലി ലോ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ്, അങ്ങനെ അതിനകത്ത് വരാവുന്ന ഒരു സെറ്റ് ഓഫ് ആക്ട്സ് ഉണ്ട്. അതെല്ലാം അതിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ വരാം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കൂ, ലോ ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്ന ഈ 17th സീരിയൽ നമ്പർ ആയിട്ട് കിടക്കുന്ന ഇതിൽ സ്പെസിഫിക് റിലീഫ് ആക്ട് ഉണ്ട്, പ്രോപ്പർട്ടി ലോസ് ഉണ്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പം കൂടുതൽ പോർഷൻ വരുന്നത് കോൺട്രാക്റ്റിൽ നിന്നാണ്. ബാക്കി എല്ലാത്തിൽ നിന്നും ഒക്കെ രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് വരാം. ഓക്കെ, അപ്പൊ ടോട്ടൽ 100
മാർക്കിനുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന സബ്ജക്ട്സ്, അതായത് ഇതാണ് സിലബസ്, അതായത് ഇതിന്റെ ഇത്രയും ബെയറാക്ട് ഉണ്ടായിരിക്കണം കയ്യിൽ എന്നുള്ളതാണ്. ഇതിൽ കുട്ടികൾക്ക് ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോ റിലേറ്റഡ് ടാക്സേഷൻ എന്ന് പറയുന്നതിൽ നിന്നും 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ ലോ റിലേറ്റഡ് ടു ടാക്സേഷൻ എന്ന് പറയുന്നതിൽ 4 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസിൽ നിന്നായിരിക്കാം. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ടാക്സേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്, ആ പ്രൊവിഷൻസിൽ നിന്നും ചോദ്യം വരാം. അതല്ലാതെ പിന്നെ നമുക്ക് നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ടിൽ നിന്നും ചോദ്യം വരും. പക്ഷെ നമുക്ക് ഈ ലോ റിലേറ്റഡ് ടു ടാക്സേഷൻ, ഇൻകം ടാക്സ് ആക്ട്, നിങ്ങൾ ഈ ബെയർ ആക്ട് വാങ്ങിക്കുന്ന സമയത്ത് നമുക്കൊരു എന്താണ് എയ്ബിന്റെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബെയർ ആക്ട് ഒരു ഗ്രൂപ്പ് കിട്ടും. ലൈക്ക് അതെല്ലാം കൂടെ വാങ്ങിച്ചാണ് സാധാരണ കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സിനെ റിലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ് അല്ലെങ്കിൽ ആ ബെയർ ആക്ട് അതിനകത്ത് കാണില്ല എന്നുള്ളതാണ്. പിന്നെ വേറെ നേരിടുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ഫാമിലി ലോസ് റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഹിന്ദു സക്സഷൻ, ഹിന്ദു മൈനോറിറ്റി അതൊക്കെ മാത്രമേ കാണുള്ളൂ. ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പോലുള്ള ആക്ടുകൾ അവര് മിസ് ചെയ്ത് പോകാറുണ്ട്. അങ്ങനത്തെ ആക്ടുകളിൽ നിന്ന് ചോദിക്കും. പിന്നെ ഇപ്പൊ ലേബർ ആൻഡ് ഇൻഡസ്ട്രിയൽ ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പുതിയ നമ്മുടെ ലേബർ കോഡ്സ് വന്നിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതിൽ നിന്നും ലേബർ കോഡ്സിൽ നിന്നും ചോദ്യം വന്നിട്ടില്ല. പക്ഷെ കാരണം ആ എക്സാമിന്റെ സമയത്തായിരുന്നു ലേബർ കോഡ് പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ലേബർ കോഡ്സിൽ നിന്ന് ആസെറ്റ് ചോദ്യം വന്നിട്ടില്ല. പക്ഷെ എന്താണ് നമ്മൾ വിചാരിക്കാത്ത ഇപ്പൊ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സോ ട്രേഡ് യൂണിയൻ ആക്ടോ അങ്ങനത്തെ ആക്ടുകളല്ലാത്ത ആക്ടുകളെ കുറിച്ച് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് ജസ്റ്റ് ഒരു അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊരു ലോജിക് ഉപയോഗിച്ചാലൊക്കെ എഴുതാൻ പറ്റും. പക്ഷെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ ബെയർ ആക്ട് എൻ്റെ കയ്യിൽ ഇല്ലല്ലോ, ഞാൻ ഇതെങ്ങനെ തപ്പിയെടുക്കും എന്നുള്ള ടെൻഷനിലൊക്കെ ഇത് നമ്മൾ മിസ് ചെയ്ത് പോവാറുണ്ട്. അപ്പം നമ്മൾ ഈ സിലബസ് നോക്കുന്ന സമയത്ത് തന്നെയാണെങ്കിലും ചില ഏരിയാസ് നമുക്ക് മാർക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച് തന്നെ പോണം. ഇപ്പം നമുക്ക് ഇൻകം ടാക്സിന്റെ ബുക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഇൻകം ടാക്സിലെ പ്രൊവിഷൻസ് ഒന്നും കാണാതെ പഠിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ 4 മാർക്കിൽ ഒരു 3 മാർക്ക് എന്തായാലും നമ്മൾ വിട്ട് കളയേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് അതൊക്കെ മനസ്സിൽ വെക്കണം. നമുക്ക് 100-ൽ 100ഉം എഴുതാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഇമ്പോർട്ടന്റ് ടോപ്പിക്സിനെ കുറിച്ച് ഒരു ധാരണ, ഞാൻ ഈ പറഞ്ഞ 10 മുതൽ ഏകദേശം ഒരു 10-8 ഓക്കെ വരുന്ന ആ ഒരു റേഞ്ചിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ. അതായത് നമ്മൾ മേജർ ആയിട്ട് കൂടുതൽ സമയം എടുത്ത് പഠിക്കേണ്ട ഏരിയാസ് ആണ് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ, CPC, IPC ആൻഡ് BNS. ശ്രദ്ധിക്കേണ്ട കാര്യം, പുതിയ നിയമം മാത്രം കൊണ്ടുപോയിട്ട് കാര്യമില്ല, IPCയും കൊണ്ടുപോകണം, BNSഉം കൊണ്ടുപോകണം, രണ്ടും കൊണ്ടുപോകണം. ഇനി കമ്പാരിറ്റീവ് ടേബിൾ ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഏതെങ്കിലും BNSന്റെ പുതിയ ബുക്ക് മാത്രം കൊണ്ടുപോയിട്ട് കാര്യമില്ല. കാരണം IPCയുടെ ടെക്സ്റ്റ്, അതായത് ഉള്ളില് നമ്മുടെ ഇൻഡെക്സ് അല്ലാതെ ടെക്സ്റ്റിൽ നിന്നും വരെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എവിഡൻസ് ആക്ടിൽ നിന്നും ഇൻഡെക്സിൽ നിന്നല്ലാതെ ടെക്സ്റ്റ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പുതിയ ആക്ടുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു കമ്പാരിറ്റീവ് ടേബിൾ ഒക്കെയാണ് ഉള്ളത്. അല്ലാതെ ടെക്സ്റ്റ് ആസെറ്റ്സ് ഉള്ള ബെയർ ആക്ട്സ് നമുക്ക് കിട്ടില്ല. അപ്പൊ 2 ബെയർ ആക്ട്സും കൊണ്ടുപോകണം, IPCയും കൊണ്ടുപോകണം, എവിഡൻസ് ആക്ടും കൊണ്ടുപോകണം, CRPCയും കൊണ്ടുപോകണം, നിർബന്ധമായിട്ടും BNSSും കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പം ആദ്യമേ നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് നമുക്ക് എയ്ബിന് വേണ്ട, നിങ്ങൾ പരീക്ഷയ്ക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ബെയർ ആക്ടുകൾ എന്ത് ചെയ്യുക, വാങ്ങിച്ചു വെക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഓഫീസിലെ സീനിയേഴ്സിന്റെ ഒക്കെ കയ്യിലുള്ള 2015-ലെയും 2016-ലെയും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒന്നും ബെയർ ആക്ട് എടുത്തോണ്ട് പോകരുത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2026-ലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബെയർ ആക്ടുകൾ തന്നെ കൊണ്ടുപോകണം. കാരണം ക്വസ്റ്റ്യൻസ് എപ്പോഴും പ്രസന്റ് സിനാരിയോയുമായി ബന്ധപ്പെട്ടതായിരിക്കണം. അതല്ലെങ്കിൽ തന്നെ നമ്മൾ ബെയർ ആക്ട്സ് യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും പുതിയ ബെയർ ആക്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതിപ്പോ ഏത് ബെയർ ആക്ട് ആണെങ്കിലും, CPC ആണെങ്കിലും ശരി, നമ്മൾ വിചാരിക്കും CPC-യിലൊന്നും കാര്യമായിട്ട് മാറ്റം വന്നിട്ടില്ലല്ലോ എന്നുള്ളത്. പക്ഷെ CPC ആണെങ്കിലും ശരി, ഏതൊക്കെ ലോസ് ആണെങ്കിലും ശരി,
ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബെയർ ആക്ടുകൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഒന്ന് ഇതിന്റെ ബെയർ ആക്ട് ഉറപ്പായിട്ടും, ഇതിന്റെയൊക്കെ ബെയർ ആക്ട് നമുക്ക് എല്ലാത്തിന്റെയും കിട്ടും. ഇതിൽ ബെയർ ആക്ട് ഇല്ലാത്തൊരു ഏരിയ എന്ന് പറയുന്നത് ലോ ഓഫ് ടോട്ട്സ് ആണ്. ലോ ഓഫ് ടോട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വരുന്നത് കേസുകളുടെ പേരും കൺസെപ്റ്റും, അതായത് നമ്മളിപ്പോൾ വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ റിലേറ്റഡ് ആയിട്ടുള്ള കേസ്, ഇഞ്ചൂറിയ സൈൻ ഡാംനം റിലേറ്റഡ് ആയിട്ടുള്ള കേസ്, ഡാംനം സൈൻ ഇഞ്ചൂറിയ, അത് പണ്ട് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിച്ചിരുന്നത് ഇപ്പം എല്ലാം കൂടെ അറിയാൻ വേണ്ടിയിട്ട് ഒരു എന്താണ് നമ്മൾ മാച്ച് ദ ഫോളോയിങ് പോലെയൊക്കെയാണ് വരുന്നത്. അപ്പം ഒരുമാതിരി കുറച്ച് കൂടുതൽ കേസുകളെ കുറിച്ച് പഠിച്ചിരിക്കണം. അതിൽ തന്നെയും കുറച്ച് ലോജിക് ഉപയോഗിച്ചാൽ ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് ആയിട്ട് നമുക്ക് ഇപ്പൊ ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിക്കോൾസ് വേഴ്സസ് മാർഷ്ലൻഡ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയാസ് നോക്കുക. ഇപ്പം ഏരിയ റിപ്പീറ്റ് ചെയ്യുന്നത് കുറവാണ്, കാരണം ബെയർ ആക്ടിൽ നിന്നും നമുക്ക് എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ഇടാവുന്നത് കാരണം ചോദിക്കുന്ന ഏരിയാസ് റിപ്പീറ്റ് ചെയ്യുന്ന കുറവാണ്. ശരിക്കും ഈ എക്സാമിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോയർ ആയിട്ടുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ലോയർ ആകാൻ പോകുന്ന ഒരാൾക്ക് എത്രമാത്രം ബെയർ ആക്ടിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ 2 വർഷത്തിനുള്ളിൽ പാസ്സാവേണ്ട ഒരു പരീക്ഷ എന്നതാണ്. പക്ഷെ എക്സാം ഇടുന്ന ഇവരുടെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ബെയർ ആക്ട്, നമ്മൾ കോളേജുകളിൽ ഇപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കാലത്ത് ബെയർ ആക്ടുകൾ വെച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറവായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് നമ്മൾ പ്രാക്ടീസിലേക്ക് വരുമ്പോഴാണ് ബെയർ ആക്ടുകളൊക്കെ അത്രയും ഗഹനമായിട്ടൊക്കെ പഠിക്കുന്നത്. അപ്പം നിങ്ങൾ പ്രൊഫഷനിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയാണ് ഒരു ബെയർ ആക്ട് വായിക്കേണ്ടത്, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അതിൽ നിങ്ങളെ ഒന്ന് എക്സൽ ചെയ്യിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പരീക്ഷയുടെ ഒരു ഉദ്ദേശം. ഓക്കെ, ഒരു ഉദ്ദേശം എന്നുള്ളതാണ്. ഇനി അപ്പൊ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നമുക്ക് മനസ്സിലായി. ഇനി ലോവസ്റ്റ് വെയിറ്റേജ് ടോപ്പിക്സ് നമുക്ക് നോക്കാം. ഈ ലേബർ ആൻഡ് ഇൻഡസ്ട്രിയൽ ലോസ്, ADR ആർബിട്രേഷൻ ആക്ട് റിലേറ്റഡ് ആയിട്ടുള്ള, പിന്നെ ടാക്സേഷൻ. ഞാൻ പറഞ്ഞല്ലോ 4 മാർക്സിൽ നിന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ആ 4 മാർക്സിൽ ഒരു 3 ഒക്കെ ആ കുട്ടികൾക്ക് കിട്ടാറില്ല, 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കിട്ടാറുള്ളത്. പിന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്നത് നമുക്ക് ബെയർ ആക്ട് ഇല്ല, ഇത് പഠിച്ച് വെക്കേണ്ട ഒരു ഏരിയ ആണ്. ഇത് പ്രൊഫഷണൽ എത്തിക്സും അതിന് നമുക്ക് അഡ്വക്കേറ്റ്സ് ആക്ട് കൊണ്ടുപോകണം, BCI റൂൾസ് കൊണ്ടുപോകണം. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലോയും നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ഏരിയ ആണ്, നമുക്ക് ബെയർ ആക്ട് ഇല്ല. പിന്നെ ബാക്കിയെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള ബെയർ ആക്ട്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയ്ബ് 20ക്ക് മുന്നേ, എയ്ബ് 19 വരെയൊക്കെ നമുക്ക് ഇത് മാത്രമായിരുന്നു ക്വസ്റ്റ്യൻ പാറ്റേൺ, ഇത് മാത്രം. അതായത് ബെയർ ആക്ടിന്റെ ഇൻഡെക്സിൽ നിന്നും, അതായത് നമ്മുടെ മറ്റേ മുന്നിൽ ഓരോ സെക്ഷൻസ് എഴുതിയിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് പേജ് നമ്പർ കിടക്കുന്ന ഇൻഡെക്സ് മാത്രം നോക്കിയാൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് വരുമായിരുന്നു. പിന്നെ ബെയർ ആക്ടിന്റെ ഇൻഡെക്സ് നോക്കിയാൽ മാത്രം പോരാ, സെക്ഷനിലേക്ക് പോകണം, ടെക്സ്റ്റിലേക്ക് പോകണം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും. കണ്ടീഷൻ, ഇല്ലസ്ട്രേഷൻസ്, ആ രീതിയിൽ നമുക്കൊരു 50-60 ക്വസ്റ്റ്യൻസ് കിട്ടിയിരുന്നു എന്നുള്ളതാണ്. പിന്നെ ബേസിക് നോളജസ്, അതായത് ഇപ്പം എന്താണ് സുപ്രീം കോർട്ട് എന്താണ് നിലവിലുള്ള ജഡ്ജസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സ്, പിന്നെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സ്, കോഡ്സ്, ഡെഫിനിഷൻസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഒക്കെ പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കോഡ്സും ഡെഫിനിഷൻസും ഒക്കെ കുറഞ്ഞിട്ടുണ്ട്, കോഡ്സും ഡെഫിനിഷൻസും ഒക്കെ കുറഞ്ഞു. പിന്നെ ഈ ബെയർ ആക്ടിന്റെ ഇൻഡെക്സിൽ നിന്നും ബെയർ ആക്ടിൽ നിന്നും സെക്ഷനിൽ നിന്നും ഒക്കെ കിട്ടുന്ന ക്വസ്റ്റ്യന്റെ എണ്ണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞിട്ടുണ്ട്. 50 എന്നുള്ളതാണ്, 60 വരെയൊക്കെ പോകുന്നത് കുറവാണ്. എങ്കിലും എന്താണ് നമുക്ക് പരീക്ഷ, അതായത് സുഖമായിട്ട് ഒരാൾക്ക് നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ട് പഠിച്ചിട്ട് പോണ ഒരാൾക്കും സുഖമായിട്ട് 60-65 ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ അത് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷയെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം. ബെയർ ആക്ട് വളരെ സ്പീഡിൽ നോക്കി വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. അത് ഞാൻ പറയാൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഇത് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു ഏരിയ, അതായത് ബെയർ ആക്ടിന്റെ ഇൻഡെക്സ് നോക്കി, ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്. എങ്കിൽ പോലും ഈ കഴിഞ്ഞ നമ്മുടെ എയ്ബ് 20യിൽ നടന്ന ഒരു കുട്ടികൾക്ക് ബുദ്ധിമുട്ട് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒരു അസേർഷൻ തരും,
അതിനൊരു റീസൺ തരും. അതിൽ ബോത്ത് എ ആൻഡ്, അതായത് കുറച്ചുകൂടെ ലോജിക് അപ്ലൈ ചെയ്ത്, മറ്റേതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ നോക്കൂ ഭാരതീയ ന്യായ സംഹിതയിൽ സോളിറ്ററി കൺഫൈൻമെന്റിൽ മാക്സിമം നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ് നമുക്ക് സോളിറ്ററി കൺഫൈൻമെന്റ് അറ്റ് എ ടൈം കിടത്താൻ പറ്റും. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സോളിറ്ററി കൺഫൈൻമെന്റ് BNS 11 12 എടുത്ത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇതെങ്ങനെയാ എടുക്കേണ്ടത്? ഭാരതീയ ന്യായ സംഹിത എടുക്കണം. സോളിറ്ററി കൺഫൈൻമെന്റ് പണിഷ്മെന്റിലാ കിടക്കുന്നതെന്ന് ഒരു ബോധം ഉണ്ടായിരിക്കണം. സോളിറ്ററി കൺഫൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ പണിഷ്മെന്റ്സിന്റെ ഏരിയ പോവുക, ഈ പറയുന്ന സോളിറ്ററി കൺഫൈൻമെന്റിന്റെ സെക്ഷൻസ് എടുത്ത് നോക്കുക, അതിൽ തന്നെ എത്രയാണ്. അപ്പൊ നോക്കിയെടുക്കാൻ ഒരു സമയം എടുക്കും. അപ്പൊ അതൊക്കെ അറിയണം. സോളിറ്ററി കൺഫൈൻമെന്റ് പണിഷ്മെന്റിലാണ് കിടക്കുന്നത്, അത് സെക്ഷൻ 11 12 വരുന്നത്. അപ്പൊ 11 പോയി കഴിഞ്ഞാൽ കിട്ടില്ല, 12 എടുത്ത് നോക്കണം. അങ്ങനെയൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു, അപ്പൊ അത് നേരത്തെ വായിച്ചു വെച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കി, പക്ഷെ സമയം എത്ര കുറച്ച് നോക്കുക എന്നുള്ളതാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ അസേർഷൻ റീസണിങ്. അസേർഷൻ റീസണിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ശരിയാണോ എന്ന് നോക്കണം, ഇത് ശരിയാണോ എന്ന് നോക്കണം, പിന്നെ ആലോചിച്ച് കണ്ടുപിടിക്കണം ഇത് തമ്മിൽ വല്ല ബന്ധവും ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ഒത്തിരി സമയം അതിനകത്ത് പോകും. ഇനി അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല വരുന്നത്, വേറെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും? ഈ സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2, രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിൽ ഏത് ശരിയാണ് ഏത് തെറ്റാണ് എന്നുള്ളത്. അപ്പം ഇതൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കുറച്ചധികം സമയം എടുക്കുന്നതാണ്. അപ്പം അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും, സ്റ്റേറ്റ്മെന്റ് ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. പിന്നെ നമ്മളപ്പോ എന്ത് ചെയ്യും, ഇതിലൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കും. അപ്പൊ നോക്കുക, അതിലൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കുന്ന സമയത്ത് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് സെക്ഷൻ നോക്കി എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ കിടപ്പുണ്ടാവും. ഓക്കെ, ഇപ്പൊ അതെ സെക്ഷൻ 18 കാര്യം ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നു. എവിഡൻസ് ആക്ടില് ഫാക്ട്സ്, ഇതൊക്കെ ജസ്റ്റ് നമുക്ക് ഇൻഡെക്സ് ഒക്കെ നോക്കി ഉത്തരം എഴുതാൻ പറ്റുന്ന, സെക്ഷൻ 33 എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കിടക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന അസേർഷൻ റീസണിങ്ങിൽ നിന്നും ഇതൊക്കെ ഡയറക്റ്റ് എഴുതാവുന്ന സാധനങ്ങളാണ്. കണ്ടോ, എത്ര ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് എഴുതാവുന്ന ക്വസ്റ്റ്യൻസ് വന്നു നോക്കൂ. അതിനുശേഷമായിരിക്കും പിന്നീട് എന്ത് വരുന്നത്, പിന്നെയും നമുക്ക് നമ്മുടെ സമയം കളയാൻ വേണ്ടിയിട്ട് അസേർഷൻ റീസണിങ്. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ മൊത്തത്തിലൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം. ഓക്കെ, പണ്ട് സാധാരണ എയ്ബിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും ബെയർ ആക്ട് കൃത്യമായിട്ട് അടുക്കി വെക്കണം, അതായത് ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ. ഇപ്പൊ അങ്ങനെ ഇല്ല കേട്ടോ. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് BNS ആ ഒരു ഓർഡറിലല്ല ചോദിക്കുന്നത്, എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ചോദിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിലുള്ള ബെയർ ആക്ടുകൾ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, എന്തായാലും ഞാൻ പറയുന്നത് ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ബെയർ ആക്ട് അടുക്കി വെച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു സൈഡിൽ ബെയർ ആക്ട് വെക്കുക, എന്നിട്ട് നിങ്ങൾ എടുക്കുന്ന ബെയർ ആക്ട് അപ്പുറത്തേക്ക് മാറ്റുക. അല്ലാതെ ഈ തൊട്ട് പേപ്പറിന്റെ മുന്നേ എല്ലാം കൂടെ വാരി വലിച്ച് അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് അങ്ങനെ ഇത് ചെയ്യരുത്. ഓക്കെ, എവിടുന്നാണോ എടുക്കുന്നത് ഇപ്പൊ നിങ്ങൾ നമ്മൾക്ക് ബെയറാക്ടിന്റെ സൈഡിൽ പേരുണ്ടാവുമല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ടും ആ ബൈൻഡിലുള്ള ഇത് കാണത്തക്ക രീതിയിൽ തിരിച്ച് വെക്കുക. ഓക്കെ, ഇതൊക്കെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അസേർഷൻ റീസണിങ് വരും, സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 പോലത്തെ വരും. ഇനി പിന്നെ ഇങ്ങനെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നമ്മൾ ഈ ലോജിക്കൽ റീസണിങ്ങിലൊക്കെ പറയുന്ന സിലോജിസം പോലുള്ള 2 കൺക്ലൂഷൻസ് തരും. ഇതിൽ ഏതൊക്കെ കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നില്ല, ഇതൊക്കെ ടൈം കൺസ്യൂമിങ് ആണ്. ഓക്കെ, കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാത്ത ആൾക്കാർക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഇത് കാണുമ്പോൾ തന്നെ പകുതി കിളി പറക്കും, ഇതെങ്ങനെ എഴുതും എന്നൊക്കെ ഉള്ളത്. കാരണം വായിച്ച് മനസ്സിലാക്കാൻ എടുക്കുന്ന സമയം തന്നെ കുറച്ച് എടുക്കും എന്നുള്ളത്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് ക്വസ്റ്റ്യൻസുമായിട്ട് ഒരു പരിചയം ഉണ്ടാകണം. ഇങ്ങനെയൊക്കെ വരാം, ക്വസ്റ്റ്യൻ കണ്ട ഉടനെ നമ്മൾ ടെൻഷൻ ആവാതെ പോവുക. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമുക്ക് എത്ര വേഗത്തിൽ ബെയർ ആക്ട് നോക്കി എഴുതാൻ പറ്റുന്ന, അധികം ആലോചിക്കാതെ, കാരണം അങ്ങനത്തെ മിനിമം ഒരു 50 ക്വസ്റ്റ്യൻസ് കാണും. അതുമാത്രം നിങ്ങൾ ശരിയാക്കി എഴുതിയാൽ നിങ്ങൾ പാസ്സായി. ഇവരൊരു 60% പോലും വേണമെന്ന് പറയുന്നില്ല, 45 ആണ് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റപ്പറ്റ ശരിയാക്കരുത്. അതായത് 45 മതിയല്ലോ, ഞാൻ 45 ശരിയാക്കി എന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. കാരണം മിനിമം ഒരു 5 തൊട്ട് 8 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇവർ തെറ്റിക്കും, വിഡ്രോ ചെയ്യും. ഓക്കെ, സംഭവം മനസ്സിലാവുന്നുണ്ടോ? മിനിമം ഒരു 5 തൊട്ട് 8 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ അവർക്ക് വിഡ്രോ ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് കുറയും,
ഈ പറയുന്ന നമ്മൾ ശരിയാക്കിയ ഉത്തരമാണെന്ന് വിചാരിച്ചത് പോവും, നമുക്ക് കിട്ടേണ്ട പെർസെൻറ്റേജ് കിട്ടാതാവും. അപ്പൊ എപ്പോഴും ഒരു അറ്റംപ്റ്റ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നെഗറ്റീവ് ഇല്ല, അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചെഴുതാനുള്ള ഒരു ശ്രമം വേണം. പല കുട്ടികൾക്കും പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസേർഷൻ റീസണിങ്ങിലും കൺക്ലൂഷനിലും ഒക്കെ കൂടുതൽ നേരം ഇരുന്നത് കൊണ്ട് ലാസ്റ്റ് വരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇതേപോലെ 35A എന്ന് പറയുന്നതിൽ മാക്സിമം എമൗണ്ട് ഏതാണെന്ന് CPC എടുത്ത് നോക്കാൻ സമയം കാണില്ല. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ആദ്യം എഴുതി മാറ്റുക. അതായത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതി മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യുക, ഡിഫിക്കൽട്ട് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, അത് ഒറ്റ വായനയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ അത് വിടുക, അത് പിന്നെ എഴുതാം. ഓക്കെ, ഒറ്റ വായനയിൽ ഇത് നോക്കിയാൽ കിട്ടുമല്ലോ എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് അപ്പോ വായിച്ച് എഴുതാം. അങ്ങനെയാണ് ഈ പരീക്ഷയുടെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു ശരിയായ രീതി. ഇപ്പൊ ഇത് തന്നെയാണെങ്കിലും സ്റ്റേറ്റ്മെന്റ്, നേരത്തെ പറഞ്ഞ പോലെ ഒരു സിലോജിസ്റ്റിക് മോഡലിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തരുന്നു, അതിന്റെ കൺക്ലൂഷൻ വരുന്നു, അങ്ങനത്തെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പൊ ഇത് പ്രാക്ടീസ് ഇല്ലാത്ത ആൾക്കാർക്ക് എഴുതാൻ പറ്റി എന്ന് വരില്ല. ഇതൊക്കെ ബെയറാക്ട് നോക്കിയാൽ ഇതിന്റെ ഉത്തരം കിട്ടും. ഇനിയിപ്പോ ബെയറാക്ട് നോക്കാതെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 47 നോക്കൂ. ഭാരതീയ ന്യായ സംഹിത 2023 prescribes death penalty for certain forms of gang rape. Okay, ചില ടൈപ്പ് ഓഫ് gang rape-ന് ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ അസേർഷൻ ഇസ് ട്രൂ, അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം പുതിയ BNS-ൽ വന്ന ഒരു ചേഞ്ചിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് gang rape-ൽ ചില ടൈപ്പ് ഓഫ് gang rape-ൽ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നോക്കിക്കേ, the purpose of this provision is to make all sexual offenses non-bailable. അപ്പൊ റീസൺ ആയിട്ട് ഇവർ പറയുന്നത് എന്താണ്, ഗ്യാങ് റേപ്പിന് ഡെത്ത് പെനാൽറ്റി കൊടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സെക്ഷൽ ഒഫൻസസും നോൺ ബെയിലബിൾ ആക്കാൻ. അതാണോ? അല്ല, അല്ലേ? നമ്മൾ ഒരു ലോ പഠിച്ച ഒരാൾക്കറിയില്ലേ, ഈ സെക്ഷൽ ഒഫൻസസ് നോൺ ബെയിലബിൾ ആക്കാൻ വേണ്ടിയിട്ടാണോ ഗ്യാങ് റേപ്പിന് ഡെത്ത് പെനാൽറ്റി കൊടുത്തത്? അല്ലല്ലോ. അപ്പൊ അസേർഷനും റീസണിങ്ങും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ആൻസർ സ്വാഭാവികമായിട്ടും A is true and R is false വരും, but R is false വരും. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ആ പരീക്ഷയുടെ സമയത്ത് എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോർട്ട് പോലുള്ള ഇതിപ്പം നമ്മൾ പബ്ലിക്ലി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ നോക്കൂ, ഇത് കുട്ടികളെ വല്ലാതെ വലച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ആബ്സല്യൂട്ട് ലയബിലിറ്റി വന്ന എല്ലാവർക്കും MC നേരത്തെ ആണെന്ന് അറിയാൻ പറ്റും, സൈറ്റേഷൻ അറിയത്തില്ല. എഴുതരുത് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്ന, അല്ലെങ്കിൽ സൈറ്റേഷൻ അത്രയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് പോകുന്ന ആൾക്കാർ എഴുതാൻ വേണ്ടി മാത്രം എഴുതിയിട്ടുള്ളതാണ് കേസുകളാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ നിന്നും എൻവയോൺമെന്റൽ ലോയിൽ നിന്നും ഒക്കെ ഇഷ്ടംപോലെ കേസുകൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ 1, 2, 3, 4 എന്നുള്ള രീതിയിൽ ഏതൊക്കെയാണ് ശരിയാവാൻ സാധ്യതയുള്ളത് എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ നോക്കിക്കേ, സാധാരണ ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എഴുതേണ്ട സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന എല്ലാം ശരിയാണോ നോക്കേണ്ടി വരുന്നു. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രം കിട്ടുന്നതാണ്. കുറച്ച് സമയമുള്ളൂ, പക്ഷെ എങ്കിൽ പോലും നമുക്കൊരു 50-60 ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ തക്ക രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോവാൻ പറ്റുന്ന ഒരു സമയം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വളരെ ഇതായിട്ട് നമ്മൾ എന്ത് വായിക്കാം, ഇതൊക്കെ കണ്ടു. അപ്പൊ ഇത് 4 ക്വസ്റ്റ്യൻസ് വായിച്ച് നിങ്ങൾ സമയം കളയുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് വിച്ച് സെക്ഷൻ ഓഫ് ദ ഭാരതീയ സാക്ഷ്യധിനിയം പെർട്ടൈൻസ് ടു ഒപ്പീനിയൻ ഓഫ് എക്സ്പെർട്ട്. അപ്പൊ എന്റെ ബെയറാക്ട് എടുത്ത് വെച്ചിട്ട് ഇതൊന്നും കാണാതെ അറിയേണ്ട പോലെ 38, 39, 36, 46 എടുത്ത് നോക്കിയാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെ? അപ്പൊ വളരെ പെട്ടെന്ന് ഇൻഡെക്സ് നോക്കി എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ പോലും ഇത് വായിച്ചിരുന്ന് സമയം കളഞ്ഞ് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒറ്റ നോട്ടത്തിൽ ബെയറാക്ട് നോക്കിയാൽ എനിക്ക് ഇതിന്റെ ഉത്തരം കിട്ടും എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതി മാറ്റുക. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് കണ്ടോ, അപ്പൊ ഇത് ഇടയ്ക്കാ കിടക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതെനിക്ക് നോക്കി കിട്ടും എന്ന് തോന്നിയാൽ എഴുതുക. പിന്നെ ഇതേപോലുള്ള ഇപ്പൊ ടോർട്ടി എന്നൊക്കെ പണ്ട് ഇപ്പൊ ഇത് നോക്കുക, ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് നിക്കോൾസ് വേഴ്സസ് മാർഷ്ലൻഡ് എന്നറിയണം. ആക്ട് ഓഫ് ഗോഡിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് വേറെ ഒന്നും അറിയാതെ, ഇപ്പം വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയിൽ സാധാരണ നമ്മൾ പഠിക്കുന്ന ഹോൾ വേഴ്സസ് ബ്രൂക്ലൻ ഓട്ടോറൈസ്. അപ്പം ജസ്റ്റ് ഈ 2 സാധനങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്കിത് ശരിയാക്കാൻ പറ്റുമോ ഇല്ലോ എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് നിക്കോൾസ് വേഴ്സസ് മാർഷ്ലൻഡ് ആണ്, അത് 1-3. അപ്പൊ അത് മാത്രം അറിഞ്ഞാൽ പോരാ. കൺസെന്റ് എന്ന് പറയുന്നത് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയ റിലേറ്റഡ് ആയിട്ടുള്ള ഹാൾ വേഴ്സസ് ബ്രൂക്ലൻ. നോക്കൂ 2. നമുക്ക് അറിയാവുന്ന ഇത് കാണുമ്പോൾ ഉടനെ വാങ്കോക്ക് വേഴ്സസ് സ്റ്റാഫ് വെയിൽ എനിക്കറിയത്തില്ല, ക്രിക്ക് വേഴ്സസ് റിഗറി എനിക്കറിയത്തില്ല. അത് രണ്ടും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ
ലാൻഡ്മാർക്ക് ആയിട്ടുള്ള 2 ഡിസിഷൻസ് എന്ത് ചെയ്താൽ മതി, അറിഞ്ഞിരുന്നാൽ മതി, അതിന്റെ ഉത്തരം നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ് എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് കണ്ടോ. അപ്പൊ ഇഷ്ടംപോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പണ്ട് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും പുട്ടുസ്വാമി. ഓക്കെ, പുട്ടുസ്വാമി ഉണ്ട്. പക്ഷെ പുട്ടുസ്വാമി മാത്രമല്ല, കറക്സിംഗ്, BUCL ഇതിൽ ഏതൊക്കെ വരും എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പം ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ റൈറ്റ് ടു പ്രൈവസി വെച്ചു, റൈറ്റ് ടു ഡൈയുമായി ബന്ധപ്പെട്ട് കേസുകൾ, പി രത്നം പറയാം, ജെയിൻ കൗർ പറയാം, പിന്നെ കോമൺ കോസിന്റെ കേസുകൾ പറയാം, അങ്ങനെ പല കേസുകൾ. അപ്പൊ ഒരു ഏരിയ പഠിക്കുന്ന സമയത്ത് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സും നോക്കാനുള്ള ഒരു ശ്രമം നടത്തണം എന്നുള്ളതാണ്. ഓക്കെ, അത്തരത്തിൽ എന്താണ് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇതാണ്. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രസൻസ് ഓഫ് മൈൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പ്രസൻസ് ഓഫ് മൈൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതിന് പ്രിപ്പയർ ചെയ്ത് തന്നെ എക്സാമിന് പോണം. പിന്നെ എന്താണ് നമ്മളുടെ എക്സാം നടക്കുന്ന സമയം ഉച്ച സമയമാണ്. അപ്പൊ ചില ആൾക്കാർക്കൊക്കെ ഈ ഉച്ച സമയത്ത് എന്താ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഉറക്കമൊക്കെ വരുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ എപ്പോഴും ഉച്ച സമയത്ത് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ എക്സാം ടൈം എത്രയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. ആ സമയത്ത് എപ്പോഴും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് എയിബിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെയൊക്കെ കൂടെ ആ സമയത്ത് ഇതൊക്കെ കവർ ചെയ്ത് പോകാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ തരുന്നതേ ഉള്ളൂ. ഇനി അടുത്തടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെയാണ് നോക്കേണ്ടത്, അതായത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, അതിൽ തന്നെ എന്തൊക്കെ നമ്മൾ ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണെങ്കിൽ എവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെയൊക്കെ കുറിച്ച് ഓരോ സബ്ജക്ട്സിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. താങ്ക് യു സോ മച്ച്.